അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല രുചികരമായ ഹെൽത്തിയായ ഒരു സാൻഡ്വിച്ചാണ്. ബ്രെഡ് സാൻഡ്വിച്ച് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ ചിക്കനും വെച്ചിട്ട് ചീസൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട്. കിഡിലും രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഹാഫ് വേവാക്കി നമ്മൾ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സിമ്പിളായി എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുക്കുന്നുള്ളൂ. ബ്രെഡ് എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സാൻഡ്വിച്ചാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബീൻസാണ്. ബീൻസിലെ പച്ചക്കറി പയർ, അത് ബീൻസ്, അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ചിക്കൻ ചെറുതായി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്, 2 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം. ഇത്രയും ചെറുതായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ചിക്കൻ മാത്രം ഞാൻ വേവിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലെ പച്ചക്കറി ഒന്ന് ഹാഫ് വേവാക്കി ജസ്റ്റ് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് അതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഹാഫ് വേവാക്കി വേവിച്ചെടുക്കണം. നമുക്ക് പച്ചയിലാവുമ്പോൾ അത് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് വേവാക്കി എണ്ണയിലിട്ട് കണ്ടൊന്ന് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ നമ്മൾ എരിവിന് ഇടണേ. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് കുരുമുളകും കൂടി, നമ്മൾ ചീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കുരുമുളകും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണത്. ആദ്യം ഞാൻ ക്യാരറ്റും ബീൻസും അതുപോലെ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഞാൻ അത് ഏകദേശം ഒന്ന് വാടാനായപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റിന് വേണ്ട, അത്ര സമയം മതി ഇതൊന്ന് വേവായി കിട്ടാൻ. വളരെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളാണ്. വളരെ ചെറുതായി കട്ട് ചെയ്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വേവായും കിട്ടും. ഇത് ചീസാണ്. ചീസിൻ്റെ വലിയൊരു പീസാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ചീസൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് നല്ല ചതുരത്തിലുള്ള ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നല്ല ഉറപ്പായ ഒരു കട്ടയാണ്. അപ്പോൾ ഇതിൽ നിന്നും ചെറുതായിട്ട് നമ്മളിങ്ങനെ ഈ കട്ടിംഗ് ബോർഡിലിട്ട് കണ്ട് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ട കുറച്ച് മതിയിട്ട്, വളരെ കുറച്ചിട്ട്, എന്നാൽ കൂടുതലിട്ടാലും നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ചേരുവകളെല്ലാം കൂടി ആഡ് ചെയ്യാണ്. ഇത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത പച്ചക്കറികളൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി നമ്മൾ അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ആവിയിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഇതിലേക്കും കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ആവണം കേട്ടോ. എല്ലൊട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ ചീസും അതുപോലെ പിന്നെ കുരുമുളക് പൊടി, ഇത് ഞാൻ എടുത്ത് വെച്ച ചീസാണ് കേട്ടോ. ആ ചീസ് മൊത്തത്തിൽ കൂടുതൽ ചീസ് ഇട്ടാൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഫ്രഷ് ക്രീമൊക്കെ നിർബന്ധമില്ല. ചീസ് എന്തായാലും ഇട്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ അതിന് പ്രത്യേക രുചി തന്നെ ഉണ്ട്. ഫ്രഷ് ക്രീം ഒരു 1.5 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ടൊമാറ്റോ സോസും. പിന്നെ മയനൈസ് വേണമെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്താവുന്നതാണ്. മയനൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇത് നല്ല ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗത്തും. ഈ ചീസും ഫ്രഷ് ക്രീമും പിന്നെ ടൊമാറ്റോ സോസും കൂടി. ടൊമാറ്റോ സോസൊക്കെ നല്ലപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. വളരെ കുറച്ച് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് 4 മണിക്ക് ചായയൊക്കെ തിളപ്പിക്കാൻ വെക്കുമ്പോഴത്തേന് ചായയൊക്കെ തിളച്ച് കിട്ടുമ്പോഴത്തേന് തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായി ചെയ്തെടുക്കാം കേട്ടോ. ഒരു സമയത്തിൻ്റെ താമസമോ അതല്ലെങ്കിൽ ടേസ്റ്റിൻ്റെ കുറവോ, നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിച്ചാൽ
എത്ര കഴിച്ചാലും ബ്രെഡ് ആയതുകൊണ്ട് പച്ചക്കറി ആയതുകൊണ്ട് മടുപ്പ് തോന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്രെഡിലേക്ക് ഇങ്ങനെ ഓരോ ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക. ഒരു ബ്രെഡും കൂടി അതിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ചൂടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുന്നത് അതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണില്ല, കാരണം നെയ്യും എണ്ണയൊക്കെ കൂടുതൽ നമുക്ക് ശരീരത്തിലേക്ക് കേടാണല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി 4 മണിക്കൊക്കെ നമുക്ക് അധികം വെറുതെ എണ്ണയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളിത് 4 മണി ചായയിലേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ബട്ടറൊക്കെ പാനിലൊഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാക്കി എടുത്താൽ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് വെറുതെ നമ്മൾ എണ്ണ ഒട്ടും കുടിക്കാതെ നമുക്ക് കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയത് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. വളരെ ടേസ്റ്റോടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്നാൽ വളരെ ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ഓരോ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്കൊന്ന് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പാലിൽ വെച്ചങ്ങാണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ആകെ 5 സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കിയിട്ട് കേട്ടോ. 5 സാൻഡ്വിച്ച് മാത്രമേ ഞങ്ങൾ ആകെ 3 പേരുള്ളൂ. അപ്പോൾ അതിന് മാത്രം കണക്കാക്കിയിട്ടാണ് ഞാനൊരു പാൻ വെച്ചു. അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം സൈസ് ചൂടായാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഈ 2 എണ്ണം വെച്ചിട്ട്, ഇനിയിപ്പോൾ 4നൊക്കെ വെക്കാൻ പറ്റിയ പാനാണെങ്കിൽ 4 ഒപ്പം വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ആ ഭാഗം ചൂടായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് നമ്മളെ കൈ വെച്ചിട്ട് ഒന്നുകൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അത് നമ്മൾ വേറെ ഒന്നും വെച്ചിട്ട് ഒട്ടിക്കുന്നൊന്നുമില്ല, തൽക്കാലം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം തിരിച്ചിട്ടാൽ ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. എന്നാൽ തന്നെ നമുക്കത് റെഡിയായി കിട്ടും. നമ്മൾ ആ പച്ചക്ക് ബ്രെഡ് കഴിക്കുന്നതിലേറെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് ഉറപ്പായി കിട്ടും ആ ബ്രെഡിന്. ഇതിൽ ബട്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരു മിനിറ്റ് തന്നെ വേണ്ട ഈ ബ്രെഡൊന്ന് നമുക്ക് ചൂടായി കിട്ടാൻ. അപ്പോൾ അതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായി പച്ചക്കറിയും വെച്ചിട്ട് ചിക്കനും വെച്ചിട്ട്, ഇനി ചിക്കൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഇതിലേക്ക് ഉരുളങ്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിട്ടാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പച്ചക്കറിയും ഈ ഉരുളങ്കിഴങ്ങ് വെച്ച് ചിലർക്ക് ചിക്കൻ ഇഷ്ടമുണ്ടാവില്ല, പ്രായമുള്ളവർക്കൊക്കെ. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ട്. നിങ്ങൾക്ക് വളരെ ഹെൽത്തിയായി നമുക്ക് 4 മണിക്കൊക്കെ ഒരു ചായ തിളക്കുമ്പോഴത്തേക്ക് ഒരു കാപ്പിയിലേക്ക് അതല്ലെങ്കിൽ ഒരു ജ്യൂസിലേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വളരെ സോഫ്റ്റായിട്ട് എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്കിത് നല്ല രുചിയിൽ സ്പൈസിയായി ചീസും ഫ്രഷ് ക്രീമും കുരുമുളകിൻ്റെ രുചി എല്ലാം കൂട്ടി അടിപൊളി ടേസ്റ്റായി കഴിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നിങ്ങൾക്ക് 4 മണിക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായി ഇങ്ങനത്തെ ബ്രെഡ് സാൻഡ്വിച്ചും സ്നാക്സുകളൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് തന്നെ. കാര്യം വളരെ ഹെൽത്തി ആയിരിക്കും. കൊണ്ട് ഇതിനുള്ളിൽ വെറും പച്ചക്കറിയും മാത്രമേ ഉള്ളൂ. ചിക്കന് ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.